അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു കപ്പ് പച്ചരിയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടേതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ചേർക്കുക കേട്ടോ, വേവിക്കാതെ ചേർക്കരുത്. ഞാനിപ്പോൾ ഇത് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരി അരച്ചതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്കിത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നൊന്നങ്ങ് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഉള്ളത്. പിന്നെ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകുന്ന ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അഥവാ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാനിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പാൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാനിനി ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഓയിൽ വേണേലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ഞാനൊരു 2 തവി മാവും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്